Biostatistics fundamentals. In this session, we are going to discuss with you about the basic features of biostatistics. So, first of all, let us define the term biostatistics, or let us find the answer to the question, what is biostatistics? Biostatistics is sometimes termed as biometrics or biometry. The simplest definition for biostatistics is that it is the development and application of statistical techniques in life science research. ലൈഫ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട പലതരത്തിലുള്ള റിസർച്ച് മേഖലകളുണ്ട്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അതിനെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സിനെ ഡെവലപ്പ് ചെയ്യുക, അപ്ലൈ ചെയ്യുക എന്നുള്ളതുമാണ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദ ഏരിയാസ് ഓഫ് ആപ്ലിക്കേഷൻ ഇൻക്ലൂഡ് pharmacology, medicine, epidemiology, public health, physiology and anatomy, genetics, etc. ഇപ്പോൾ ലൈഫ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട് റിസർച്ച് നടക്കുന്ന മേജറായിട്ടുള്ള ഏരിയാസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെയെല്ലാം നമുക്ക് ബയോസ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. ഇപ്പോൾ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു സബ്സെറ്റാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് അപ്ലൈഡ് മാത്തമാറ്റിക്സിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്നുള്ളത് നോക്കാം. വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ്? സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ആ ശാസ്ത്ര മേഖലയെ, ആ കൺസെപ്റ്റിനെ പല ഓതേഴ്സും പല രീതിയിൽ പല കാലങ്ങളിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത്, സിമ്പിളും വളരെ എഫക്റ്റീവായിട്ടുള്ള ഡെഫിനിഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന വ്യക്തികളാണ് ക്രോസ്റ്റൺ ആൻഡ് കൗഡൻ. അക്കോർഡിംഗ് ടു ക്രോസ്റ്റൺ ആൻഡ് കൗഡൻ, സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ഡിഫൈൻഡ് ആസ് ദ കളക്ഷൻ, പ്രസൻറ്റേഷൻ, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ന്യൂമറിക്കൽ ഡേറ്റ. ഏത് തരത്തിലുള്ള സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിലും അതിനകത്ത് പലതരത്തിലുള്ള ന്യൂമറിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ, ഡേറ്റ ഇൻവോൾവ് ആയിട്ടുണ്ട്. ആ ന്യൂമറിക്കൽ ഡേറ്റയെ കളക്ട് ചെയ്യുക, പ്രസൻറ്റ് ചെയ്യുക, അനാലിസിസ് ചെയ്യുക, അതുപോലെ തന്നെ ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ്റെ സ്റ്റെപ്സും അതുതന്നെയാണ്. കളക്ഷൻ ഓഫ് ഡേറ്റ, പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ, അനാലിസിസ് ഓഫ് ഡേറ്റ, ദെൻ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡേറ്റ. ഇപ്പോൾ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്നുള്ളത് ഏകദേശം മനസ്സിലായി കാണും. സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ദ സയൻസ് ഓഫ് കളക്ഷൻ, ഓർഗനൈസേഷൻ, പ്രസൻറ്റേഷൻ, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ന്യൂമറിക്കൽ ഡേറ്റ. ന്യൂമറിക്കൽ ഡേറ്റ കൊണ്ട് ഏത് തരത്തിലുള്ള റിസർച്ച് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ആ ഡേറ്റയെ കളക്ട് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, പ്രസൻറ്റ് ചെയ്യുക, അനലൈസ് ചെയ്യുക, ഇൻ്റർപ്രറ്റ് ചെയ്യുക, ഇതെല്ലാം സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഭാഗങ്ങളാണ്. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീഡ് ചെയ്യുന്നത് ഈ പറഞ്ഞ രീതിയിലാണ്. കളക്ഷൻ, ഓർഗനൈസേഷൻ, പ്രസൻറ്റേഷൻ, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ന്യൂമറിക്കൽ ഡേറ്റ. ഓരോന്നും എന്താണെന്നുള്ളത് വളരെ ബ്രീഫായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് വൺ, കളക്ഷൻ ഓഫ് ഡേറ്റ. ദിസ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് ഓഫ് statistical investigation. Data must be collected. Data means individual pieces of factual information recorded and used for the purpose of analysis. അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കുന്ന ന്യൂമറിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു ഇൻഫർമേഷനെയും നമുക്ക് ഡേറ്റയായിട്ട് കൺസിഡർ ചെയ്യാം. ഡേറ്റ കംസ് അണ്ടർ ഡിഫറെൻറ്റ് കാറ്റഗറീസ്: പ്രൈമറി ഡേറ്റ, സെക്കൻഡറി ഡേറ്റ, ക്വാളിറ്റേറ്റീവ് ഡേറ്റ, ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ, എക്സെട്ര. ഇപ്പോൾ നമ്മുടെ ഫോക്കസ് അത് ഓരോന്നിനെക്കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതല്ല, ഡേറ്റ കളക്ഷൻ എന്താണെന്ന് മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വേരിയസ് ഡേറ്റ കളക്ഷൻ മെത്തേഡ്സ് ആർ എംപ്ലോയ്ഡ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷനകത്ത് പലതരത്തിലുള്ള ഡേറ്റ കളക്ഷൻ മെത്തേഡ്സ് ഉണ്ട്. കോമൺ ആയിട്ടുള്ളത് സെൻസസ് മെത്തേഡ്, ക്വസ്റ്റ്യനെയർ മെത്തേഡ്, കറസ്പോണ്ടൻസ് മെത്തേഡ്, ദെൻ സാമ്പിളിംഗ്. ഏറ്റവും കോമൺ ആയിട്ടുള്ള മെത്തേഡാണ് സാമ്പിളിംഗ്, എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് സാമ്പിളിംഗ് മെത്തേഡ്. ഇതൊക്കെയാണ്. അപ്പോൾ പലതരത്തിലുള്ള ഡേറ്റ കളക്ഷൻ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് ഡേറ്റ സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന വ്യക്തി കളക്ട് ചെയ്യുന്നു. ഇനി കളക്ട് ചെയ്ത ഡേറ്റയെ സെക്കൻഡ് സ്റ്റെപ്പിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷനിൽ ഓർഗനൈസ് ചെയ്യുന്നു. ഓർഗനൈസിങ് ഈസ് ഡൺ ത്രൂ 3 സ്റ്റെപ്സ്. 3 സ്റ്റെപ്സാണ് അതിന് ഉള്ളത്: എഡിറ്റിംഗ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ. ഇപ്പോൾ എഡിറ്റിംഗ് എന്തിനൊക്കെ വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എഡിറ്റിംഗ് ഈസ് ഡൺ ഫോർ checking completeness, checking inconsistencies, checking homogeneity, then checking accuracy. അപ്പോൾ ഇതെല്ലാം റെക്ടിഫൈ ചെയ്ത് വളരെ ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഡേറ്റ റോ ഡേറ്റയിൽ നിന്ന് ഉണ്ടാക്കുന്നു.
ഇനി അടുത്തത് ക്ലാസിഫിക്കേഷൻ ആണ്. അറേഞ്ചിങ് ഡേറ്റ അക്കോർഡിംഗ് ടു certain common characteristics of the units on which data are collected. അപ്പോൾ കോമൺ ആയിട്ടുള്ള കുറേ സ്വഭാവ സവിശേഷതകളെ ബേസ് ചെയ്തിട്ട് ഡേറ്റയെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നു, തരംതിരിക്കുന്നു. Then the next step is tabulation, presenting the data in rows and columns so that there is absolute clarity in data to be presented. പിന്നെ അടുത്ത സ്റ്റെപ്പ് പ്രസൻറ്റേഷൻ ആണ്. ആ പ്രസൻറ്റേഷൻ വളരെ എഫക്റ്റീവ് ആവണമെങ്കിൽ പ്രോപ്പറായിട്ട് ഡേറ്റയെ ടേബിൾസിനകത്ത് റെപ്രസെൻറ്റ് ചെയ്യണം. റോസും കോളംസും ഉള്ള ടേബിൾസിനകത്ത് ഡേറ്റയെ പ്രോപ്പറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. അതാണ് ടാബുലേഷൻ. സോ ഓർഗനൈസിങ് ഡേറ്റ ഇൻക്ലൂഡ്സ് എഡിറ്റിംഗ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ. Then next step is the presentation of data. The data can be presented through different methods. The commonly used methods are diagrams, use of diagrams, then charts or graphs, then pictures. ഇപ്പോൾ പലതരത്തിലുള്ള ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡേറ്റയെ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. അത് അനാലിസിസ് വളരെ ഈസിയാക്കി മാറ്റുന്നതാണ്. അടുത്ത സ്റ്റെപ്പ്, ഡേറ്റ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റ എന്ത് ചെയ്യണം? സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ചിട്ട് അനലൈസ് ചെയ്യണം. അപ്പോൾ അടുത്തത് അനാലിസിസ് ആണ്. അനാലിസിസ് ഓഫ് ഡേറ്റ ക്യാൻ ബി ഡൺ ത്രൂ സിമ്പിൾ ഒബ്സർവേഷൻ. അതായത് ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു പൈ ചാർട്ടിലോ ഒരു ഹിസ്റ്റോഗ്രാമിലോ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റയെ സിമ്പിൾ ഒബ്സർവേഷൻ കൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന വ്യക്തിക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും. ഇനി ചിലപ്പോൾ അങ്ങനെയുള്ള ഡേറ്റയെ സിമ്പിളായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് യൂസ് ചെയ്യും. സോ ദ സെക്കൻഡ് മെത്തേഡ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ലൈക്ക് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, കോറിലേഷൻ, റിഗ്രഷൻ, ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് എക്സെട്ര. അപ്പോൾ ഇതൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ടൂൾസ് ആണ്, മാത്തമാറ്റിക്കൽ മോഡൽസ് ആണ്. അപ്പോൾ ആ മോഡൽസ് ഉപയോഗിച്ചിട്ട് ഡേറ്റയെ പല രീതിയിൽ അനലൈസ് ചെയ്യുന്നു, അതിൽ നിന്ന് മീനിങ്ഫുൾ ആയിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ടാക്കുന്നു. ഇനി അടുത്ത ഫൈനൽ സ്റ്റെപ്പാണ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡേറ്റ. ദിസ് റെഫേഴ്സ് ടു ഡ്രോയിങ് കൺക്ലൂഷൻസ് ഫ്രം ഡേറ്റ അനലൈസ്ഡ്. അപ്പോൾ സിമ്പിൾ ഒബ്സർവേഷൻ വഴിയോ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ചിട്ടോ അനലൈസ് ചെയ്ത ഡേറ്റയിൽ നിന്ന് കൺക്ലൂഷൻസ് ഡിറൈവ് ചെയ്യുന്നു. ദിസ് ടെക്നിക് റിക്വയർസ് ഹൈ ഡിഗ്രി ഓഫ് സ്കിൽ ആൻഡ് എക്സ്പീരിയൻസ്. അപ്പോൾ ഈ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡേറ്റ ചെയ്യുന്ന വ്യക്തിക്ക് നന്നായിട്ട് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസും അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്കിൽസും വളരെയധികം ഉപയോഗിക്കാനുള്ള സ്കില്ലും ഒക്കെ വളരെയധികം കൂടുതലായിരിക്കണം. ഇപ്പം വളരെ എക്സ്പെർട്ടൈസ് വേണ്ട ഒരു ഫീൽഡാണ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡേറ്റ. റോങ് ഇൻ്റർപ്രിട്ടേഷൻ ലീഡ്സ് ടു ഫലേഷ്യസ് കൺക്ലൂഷൻസ് ആൻഡ് ഡിസിഷൻസ്. ഇപ്പോൾ പ്രോപ്പറായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്തില്ലെങ്കിൽ ഫോൾസ് ആയിട്ടുള്ള കൺക്ലൂഷൻസ് അല്ലെങ്കിൽ ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഡിസിഷൻസ് എന്ന് പറയുന്നത് റോങ് ആയിട്ടുള്ള ഡിസിഷൻസ് ആയിരിക്കും. അത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷനെ അല്ലെങ്കിൽ ഓവറോൾ സയൻറ്റിഫിക് റിസർച്ചിനെ വളരെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും. കറക്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ വിൽ ലീഡ് ടു വാലിഡ് ഡിസിഷൻ. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മേജറായിട്ടുള്ള സ്റ്റെപ്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ്റെ സ്റ്റെപ്സ്. കളക്ഷൻ, then organization, presentation, analysis and interpretation of numerical data.